بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد صلى الله وسلم عليك يا سيدي يا رسول الله خذ بيدي قلت سحيلتي أدركني مرادي صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله على ياسين حبيب الله توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله وأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله على ياسين حبيب الله നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ഇണകൾ, തുണകൾ, മക്കൾ, സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബാദികൾ, നാമുമായി ബന്ധപ്പെട്ട് കടപ്പാടുള്ള സർവരുടെയും പാപം പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുവേ അല്ലാഹുവേ, എല്ലാവിധ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങൾക്കും അവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ്സ് ഇബാദത്തിലായി നീട്ടിത്തരണേ അല്ലാഹ്. ഞങ്ങൾ ആരെല്ലാം ഏതെല്ലാം പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലുമാണോ അറിയുന്നവൻ നീയാണ് നാഥാ. എല്ലാ വിഷമങ്ങളിൽ നിന്നും നീ കരകയറ്റണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, അതിൽ തന്നെ വലിയ മൂല്യമർഹിക്കുന്ന ചില മേഖലകളിലേക്കാണ് നമ്മൾ എത്തിനോട്ടം നടത്തിക്കൊണ്ടിരുന്നത്. എല്ലാവർക്കും ഏകദേശം യാത്രയുടെ നിസ്കാരം ഏത് രൂപത്തിലാണ് എന്ന് മനസ്സിലായിട്ടുണ്ടാകും. ഇനി ആ വിഷയത്തിൽ ഒരു സംശയം ഉണ്ടാകാത്ത രൂപത്തിൽ, കറ കളഞ്ഞ രൂപത്തിലായിരിക്കണം ആ വിഷയം മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. അല്ല, നാളെ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരാൾക്ക് കൂടി അതൊന്ന് പകർന്നു കൊടുക്കാൻ, പറഞ്ഞു കൊടുക്കാൻ ഇനി മറ്റൊരാളെ നാം ആശ്രയിക്കേണ്ടതില്ല എന്ന ഒരു അവസ്ഥയിൽ പരിപൂർണമായി നാം ബൈഹാർട്ടാക്കി വെക്കേണ്ട ഒരു വിഷയമാണ് യാത്രക്കാരുടെ നിസ്കാരം. അതാണ് വളരെ പ്രധാനപ്പെട്ട് 2-3 സെക്ഷനായി നമ്മൾ ആ വിഷയം അവതരിപ്പിക്കാൻ ഉണ്ടായ കാരണം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നാം പറയുന്നതും അതുപോലെ കേൾക്കുന്നതൊക്കെ നാളെ നമ്മുടെ ഖബറിലേക്ക് വെളിച്ചമാക്കി മാറ്റുമാറാകട്ടെ എന്ന് വീണ്ടും വീണ്ടും ദുആ ചെയ്തുകൊണ്ട് നമ്മൾ പറഞ്ഞു നിർത്തിയ വിഷയം എല്ലാവർക്കും ഓർമ്മയുണ്ട്. യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി ഇടക്ക് വച്ച് യാത്ര തുടങ്ങിയപ്പോൾ ളുഹ്ർ നിസ്കാരത്തിലേക്ക് അസ്വറിനെ മുന്തിച്ച് ജമ്മാക്കി നിസ്കരിക്കുകയും അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് അവന്റെ യാത്രാ വാഹനത്തിനോ അതല്ലെങ്കിൽ മറ്റ് യാത്രാ രേഖകൾക്കോ എന്തെങ്കിലും തടസ്സം വരികയും ചുരുക്കത്തിൽ ഇനി മുന്നോട്ട് യാത്ര ചെയ്യാൻ കഴിയില്ല. എത്ര അവൻ 132 കിലോമീറ്റർ യാത്ര ചെയ്യാതെ ഇടക്ക് വച്ച് തന്നെ അവന്റെ യാത്ര മുറിഞ്ഞു, അല്ലെങ്കിൽ അവന്റെ യാത്ര തുടങ്ങിയില്ല. അഥവാ ജമ്മും കസുറുമാക്കാൻ അനുവദിക്കപ്പെട്ട രൂപത്തിലുള്ള പരിധിയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇനി അത് 132 കിലോമീറ്റർ തികക്കാനുള്ള യാത്ര തുടങ്ങിയിട്ടേ ഇല്ല. എന്നാൽ തിരിച്ച് നാട്ടിലേക്ക് വരികയും ളുഹ്റിന്റെ സമയത്ത് അസ്ർ നിസ്കാരം മുന്തിച്ച് ജമ്മാക്കിയിരുന്നു. പക്ഷേ ഇപ്പോ നാട്ടിലേക്ക് വന്നപ്പോ അസ്റിന്റെ സമയമായിട്ടുണ്ട്. അവൻ
അല്ലെങ്കിൽ അവൾ ആ അസുർ നിസ്കരിക്കണോ വേണ്ടേ? നേരത്തെ തന്നെ നിസ്കരിച്ചിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട്. എന്നാൽ അവളെ സംബന്ധിച്ചിടത്തോളം ആ അസുർ നിസ്കാരം വഖത്തിൽ നിസ്കരിച്ചേ പറ്റൂ. കാരണം യഥാർത്ഥത്തിൽ അവൾ യാത്ര ഉദ്ദേശിച്ചുകൊണ്ട് അനുവദിക്കപ്പെട്ട സമയം എന്ത് ചെയ്തിട്ടുണ്ട്? അവൾ നിസ്കാരം നിർവഹിച്ചു. പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം ആ യാത്ര അനുവദിക്കപ്പെട്ട യാത്രയിലേക്ക് എത്തിയിട്ടില്ല. 132 കിലോമീറ്റർ എത്തിയിട്ടില്ല. ഇടയ്ക്ക് വെച്ച് യാത്ര അല്ലെങ്കിൽ യാത്ര തുടങ്ങാതെ തന്നെ മടങ്ങിയത് കൊണ്ട് വഖത്താകുമ്പോഴും അവൾ യാത്രയിലല്ലല്ലോ. അതുകൊണ്ട് ആ നിസ്കാരം നടത്തണം എന്നതാണ് നമ്മുടെ നിസ്കാരം. മറ്റൊന്ന്, കോഴിക്കോട് അല്ലെങ്കിൽ തിരുവനന്തപുരം അല്ലെങ്കിൽ കാസർഗോഡ് അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി എയർപോർട്ടിലെത്തിയപ്പോൾ ളുഹറിന്റെ സമയമായി. അങ്ങനെ ളുഹർ നിസ്കരിക്കുമ്പോൾ വരാനുള്ള അസറിനെയും കൂടി മുന്തിച്ചങ്ങ് നിസ്കരിച്ചു. അങ്ങനെ ളുഹറിന്റെ സമയത്തു നിന്ന് തന്നെ അസുർ നിസ്കാരവും കഴിഞ്ഞ് യാത്ര നാട്ടിലേക്ക് പോവുകയാണ്. തൊട്ടടുത്ത് ഏകദേശം ഒരു 5, 10, 15 കിലോമീറ്റർ കഴിയുമ്പോൾ നാടെത്തി. അങ്ങനെ നാടെത്തിയപ്പോഴാണ് പള്ളിയിൽ നിന്ന് വിളിയാളം കേൾക്കുന്നത്. ഹയ്യ അലസ്സലാഹ്. ഈ ഒരു വിളിയാളം നിസ്കാരത്തിന്റെ സമയമായി എന്ന അറിയിപ്പ് കേൾക്കുന്നത്. എന്നാൽ യാത്ര കഴിഞ്ഞു വരുന്ന അല്ലെങ്കിൽ യാത്രക്കാരനായിരിക്കെ നേരത്തെ തന്നെ മുന്തിച്ച് നിസ്കരിച്ച നിസ്കാരത്തിന്റെ സമയം നാട്ടിലെത്തിയപ്പോൾ ആ നിസ്കാരത്തിന്റെ സമയമായാൽ അവർ നിസ്കരിക്കേണ്ടതില്ല. കാരണം ആ അസ്വറിനെ ളുഹറിൽ തന്നെ നിസ്കരിച്ചതോട് കൂടെ തന്നെ ആ നിസ്കാരം അതെന്തായിപ്പോയി, വീടി കഴിഞ്ഞു. ഇനി ആ സമയത്ത് അവർ നിസ്കരിക്കേണ്ടതില്ല. അസറിന് അവർക്ക് ഫ്രീ ആകാം. അല്ലെങ്കിൽ ഇശായിനെ മഗ്രിബിലേക്കാണെങ്കിൽ മഗ്രിബിന്റെ സമയത്ത് യാത്രയിൽ വെച്ച് നിസ്കരിച്ചു. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ഇശാന്റെ സമയമായപ്പോൾ നാട്ടിലേക്കെത്തി. അല്ലെങ്കിൽ ഇശാന്റെ സമയത്തിനോട് അടുത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ എന്ത് ചെയ്യേണ്ടതില്ല, ആ ഇശാന്റെ സമയത്ത് ഇശ വീണ്ടെടുക്കേണ്ടതില്ല. ഇതാണ് നമ്മുടെ മസ്തര. അപ്പൊ ഈ രൂപത്തിലെങ്കിലും നിസ്കാരത്തിന്റെ വിഷയങ്ങൾ വളരെ കണിശമായി മുന്നോട്ട് പോകണം. അറിയുമോ എന്താണ് നമുക്ക് നിസ്കരിക്കാനുള്ള മനസ്സ് വരാത്തത്? എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സ് അനുവദിക്കാത്തത്, സന്തോഷം കിട്ടാത്തത്, നിസ്കാരത്തിൽ ഒരു ഏകാഗ്രത കിട്ടാത്തത്? മഹാനായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹത്തുക്കളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അവരൊക്കെ വിലായത്തിന്റെ പദവിയിലേക്ക് എത്തിയപ്പോ വനാന്തരങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങി. അവർ യാത്ര ചെയ്ത് ലബനാൻ എന്ന് പറയുന്ന പ്രദേശത്ത് കൂടെ യാത്ര ചെയ്യുമ്പോ നൂറുകണക്കിന് ഔലിയാക്കന്മാരുമായി അവർ സമ്പർക്കം പുലർത്തിയിട്ടുണ്ട്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഓ തങ്ങളെ, നിങ്ങൾക്ക് നിസ്കാരത്തിൽ ഏകാഗ്രത കിട്ടാറില്ലേ? കിട്ടാനുള്ള മാർഗം എന്താണ്? ഔലിയാക്കന്മാരെല്ലാം പറഞ്ഞു കൊടുത്ത ഒരു വിഷയമുണ്ട്. അതെന്താണെന്നറിയുമോ? ഒന്നാമതായി പറഞ്ഞത്, നമുക്ക് ഭക്ഷണത്തിന്റെ കൂടുതലാണ്. കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു, എപ്പോഴും വയറ് നിറക്കുന്നു, എപ്പോഴും തളർച്ചയാണ്, നിസ്കരിക്കാൻ കഴിയുന്നില്ല. അതല്ലെങ്കിൽ നിസ്കരിക്കുമ്പോ ക്ഷീണമാണ്, വിഷമമാണ്, ഏകാഗ്രത കിട്ടുന്നില്ല. ആ ഏകാഗ്രത കിട്ടാനുള്ള ഒരു മാർഗം മഹാനവറുകൾ പഠിപ്പിക്കുന്നത് എന്താണ്? അവൻ ഭക്ഷണം ഓവറായി കഴിക്കാതിരിക്കുക. അതുകൊണ്ടല്ലേ നമ്മളൊക്കെ പരമാവധി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണ് നമ്മുടെയൊക്കെ നിസ്കാരങ്ങളൊക്കെ. ഇപ്പൊ ളുഹർ നിസ്കരിക്കുകയാണെങ്കിലും എല്ലാവരും വയറൊഴിച്ച് ഭക്ഷണം കഴിച്ചിട്ടല്ല. പിന്നെ ചിലപ്പോ സ്വാഭാവികമായി വല്ല കല്യാണ സദ്യകളിലോ മറ്റെന്തെങ്കിലും ഫംഗ്ഷനുകളിലൊക്കെ ചെന്നാൽ ഭക്ഷണം കഴിക്കുന്നു, സമയമാകുമ്പോൾ നിസ്കരിക്കുന്നു. വളരെ വിരളമാണ്. എന്നാലും നമ്മുടെ പതിവ് എല്ലാവരും നിസ്കാരവും കഴിഞ്ഞ് സുന്നത്തും കഴിഞ്ഞ് വിറതുകളും കഴിഞ്ഞിട്ട് സ്വസ്ഥമായി ഭക്ഷണം കഴിക്കുമ്പോ എത്ര റാഹത്തും സന്തോഷമാണെന്ന കാര്യം ചിന്തിക്കണം. പിന്നെയോ നമ്മൾ ചിന്തിക്കേണ്ടത് രണ്ടാമത്തെ വിഷയമായി പിന്നെ മഹാനവറുകളോട് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്നത്, ഉറക്കം അധികരിപ്പിക്കാതിരിക്കുക. അനുവദിക്കപ്പെട്ട മണിക്കൂറുകൾ ഉറങ്ങുന്നുണ്ട്. ചില ആളുകളെ കാണാം സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉറക്കത്തിന് കയറുന്നുണ്ട്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ ഉറങ്ങാൻ കയറുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇശാ കഴിഞ്ഞാൽ ഉടനെ തന്നെ കിടന്നുറങ്ങുന്നവരുണ്ട്. ചില ആളുകൾ ളുഹർ കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചാൽ ഉടനെ കിടന്നാൽ പിന്നെ അസുര വരെ നീണ്ട ഉറക്കമാണ്. രാത്രിയായാൽ മണിക്കൂറുകൾ
മണിക്കൂറുകളോളം ഉറക്കമാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ നാം മണിക്കൂറുകൾ 24 എടുത്ത് പരിശോധിച്ചാൽ ഉറക്കത്തിന്റെ ടൈമുകൾ കൂടുതൽ ലഭ്യമാകുന്ന ഒരു അന്തരീക്ഷം. ഒരിക്കലും അവർക്ക് ശരീരത്തിൽ നിന്ന് ഒരു ക്ഷീണം ഒഴിവാക്കാൻ കഴിയില്ല എന്നാണ് മഹാനവറുകളെ മറ്റ് ഔലിയാക്കന്മാർ പഠിപ്പിച്ചു കൊടുത്തതായി മഹാനവറുകൾ നമുക്ക് ഇതാ പകർന്നു തന്നിട്ടുള്ളത്. അത് ശരിയാണ്. തീരെ ഉറങ്ങാതിരുന്നാലോ അതും പ്രശ്നമാണ്. കാരണം ശരീരത്തിൽ ഉറങ്ങാതെ ഇബാദത്ത് ചെയ്യുന്ന ഒരു പരിപാടി അത് ഇസ്ലാമിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. മുസ്ലിം ആയ ഒരു വ്യക്തിക്ക് ഇസ്ലാമികപരമായ ചുറ്റുപാടിലൂടെ ജീവിക്കണമെങ്കിൽ അവന് ചില കടപ്പാടുകളുണ്ട്. അവന്റെ ശരീരത്തിനോട് ചില കടപ്പാടുകളുണ്ട്. ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇന്ന ലി നഫ്സിക അലൈക ഹഖ്ഖാ, നിന്റെ ശരീരത്തിനോട് നിനക്ക് ചില ബാധ്യതകളുണ്ട്, കടപ്പാടുകളുണ്ട് മോനെ. അതിൽപ്പെട്ട കടപ്പാടാണ് പാതിരാവുകളിലൊക്കെ 11, 11:30, 12 മണി വരെയും നമ്മൾ സാധാരണ സിക്റുകളും സ്വലാത്തുകളുമായി ഇങ്ങനെ ഉറക്കമൊഴിച്ച് ശരീരത്തെ ക്ഷീണിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇബാദത്തിന് വേണ്ടിയിട്ട് മറ്റു ചില ബാധ്യതകൾ ഒഴിവാക്കാനും പാടില്ല. അതും ശ്രദ്ധിക്കേണ്ടതാണ്. പറഞ്ഞ് ചില ബാധ്യതകൾ തന്നെ ചിലപ്പോ ഒഴിവായി പോകുന്നു എന്നത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഓർമ്മിക്കുകയാണ്, ചിലപ്പോ കൃത്യമായി ഭർത്താവിന് ഭക്ഷണം കൊടുക്കുന്ന, വെള്ളം കൊടുക്കുന്ന, അവരോടുള്ള കടപ്പാടുകൾ തീർക്കുന്ന ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം, ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അവർ ഈ സ്വലാത്തിന്റെ ഗ്രന്ഥവുമായി അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇബാദത്തുകളുമായി അങ്ങ് കൂടിയാൽ പിന്നെ ഭർത്താവ് വരുന്നത് അറിയുന്നില്ല, അവരെ ശ്രദ്ധിക്കുന്നില്ല. അവർക്കുള്ള കടപ്പാടുകൾ നിർവഹിക്കാൻ വരെ അവർ ആ ഇബാദത്തുകൾ തടസ്സമായി മാറുമെങ്കിൽ പ്രിയപ്പെട്ട പെണ്ണേ, നിനക്ക് നിന്റെ ഭർത്താവാണ് വലുത്. നീ ഫർദായ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഭർത്താവിനോട് ചില ബാധ്യതകളുണ്ട്. നിന്റെ സലാത്തുകളോ നിന്റെ ദിക്റുകളോ നിന്റെ ഭർത്താവിനോട് ഹഖ് വീട്ടുന്നതിന് തടസ്സമാകാൻ പാടില്ല. അതുപോലെ ഭർത്താവുമായുള്ള സുഖങ്ങളിൽ ബന്ധപ്പെടുന്നു എന്നതിന്റെ പേരിൽ നിസ്കാരം ഫർള് ഖളാ ആയി പോകരുത്, നിസ്കരിക്കാനും തടസ്സമാകാൻ പാടില്ല. അപ്പൊ പറഞ്ഞു വന്നത്, ഇന്ന ലിനഫ്സിക അലൈക ഹഖ്ഖാ, നിന്റെ ശരീരത്തിനോട് ചില ബാധ്യതകളുണ്ട്. ആ ബാധ്യതയാണ് ഉറങ്ങുക എന്നത്. പക്ഷെ ആ സമയത്ത് ഉറങ്ങാൻ പാടില്ല. ഉറങ്ങാൻ പറ്റാത്ത സ്ഥലത്ത് ഉറങ്ങരുത്. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു, ഓ ബീവി ഫാത്തിമ, നീ നിന്റെ വീട്ടിൽ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ നീ ഉടൻ കിടന്നുറങ്ങിയേക്കരുതേ. ആ സമയത്ത് മലക്കുകൾ വീട്ടിലേക്ക് വരുന്നുണ്ടേ. നിനക്കും നിന്റെ വീട്ടിലേക്കും ബറക്കത്ത് ചൊരിക്കാനാണ്, നിനക്ക് റിസ്കിൽ ഭക്ഷണത്തിൽ ബറക്കത്ത് നൽകാനാണ് കടന്നു വരുന്നത്. അവർ ബറക്കത്ത് നൽകാൻ വേണ്ടി, അത് രേഖപ്പെടുത്താൻ വേണ്ടി വരുമ്പോ വീട്ടിൽ നീ സുബഹിന്റെ ഉടനെ കിടന്നുറങ്ങുകയാണെങ്കിൽ അവർ അത് നൽകാതെ ആ വീട്ടിലുള്ളവർ കിടന്നുറങ്ങുന്നു, അവിടെ ഇല്ല എന്ന രീതി രേഖപ്പെടുത്തിയിട്ട് തിരിച്ചു പോകുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, പിന്നെ എപ്പോ ഉറങ്ങാം? ഹത്താ തത്ലു അശ്ശംസ്, സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങാൻ പാടില്ല. സൂര്യൻ ഉദിച്ചാൽ പിന്നെ ഉറങ്ങുന്നതിന് തടസ്സമില്ല. അതുവരെ എന്ത് ചെയ്യരുത്? അവർ ഉറങ്ങാൻ പാടില്ല എന്നാണ് നിയമം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ തീരെ ഉറങ്ങരുത് എന്നല്ല, ശരീരത്തിനോട് ചില കടപ്പാടുകളുണ്ട്, അത് വീട്ടണം. 2, ഇനി നിസ്കാരത്തിൽ ഏകാഗ്രത കിട്ടാനും നിസ്കരിക്കാനുള്ള ഒരു മനസ്സാന്നിധ്യമുണ്ടാകാനും അതുപോലെ തന്നെ നിസ്കാരത്തിലേക്ക് നല്ല ഒരു നശാത്തും ഉണർവും ഉണ്ടാകാൻ മഹാനവറുകൾ പഠിപ്പിച്ചു, നീ പല വിഷയങ്ങളിൽ തൃപ്തി നേടുന്നവനാണ്. അള്ളാഹുവിന്റെ തൃപ്തിക്കപ്പുറം മനുഷ്യരുടെ തൃപ്തി കിട്ടണമെന്ന് നീ പ്രതീക്ഷിക്കരുത്. നിനക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ, നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തിക്കു വേണ്ടിയാണ്. അള്ളാഹുവിന്റെ തൃപ്തി ഇല്ലെങ്കിലും അതിനേക്കാൾ അപ്പുറം നമുക്ക് ജനപ്രീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകാനേ പാടില്ല. ആരെല്ലാം എന്നെ വെറുത്താലും, ആരെല്ലാം എന്നോട് വെറുപ്പ് പ്രകടിപ്പിച്ചാലും, അതൃപ്തി രേഖപ്പെടുത്തിയാലും, റഹ്മാനായ റബ്ബേ, നിന്റെ അതൃപ്തി എനിക്ക് ഉണ്ടാകരുതേ
എന്ന ഒരു ലക്ഷ്യത്തോടു കൂടെയായിരിക്കണം നിന്റെ പ്രവർത്തനങ്ങൾ. പടച്ചവനേക്കാൾ പടപ്പിന്റെ തൃപ്തിയാണോ വസ്ത്രധാരണയിലാകട്ടെ, നിന്റെ മറ്റ് ആത്മീയ പ്രവർത്തനങ്ങളിലാകട്ടെ നീ മുന്നിൽ കാണുന്നതെങ്കിൽ നിന്റെ മനസ്സ് ക്ലിയറല്ല. നിന്റെ മനസ്സ് ക്ലിയറല്ലെങ്കിൽ നിന്റെ നിസ്കാരത്തിന് ഏകാഗ്രതയോ മനസാന്നിധ്യമോ ഉണ്ടാകില്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു എത്ര വിഷയം അതുമായി ബന്ധപ്പെടുത്താനുണ്ട്. നമ്മുടെ വിഷയം ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ആ മേഖലയിലൂടെ. അതേ നാലാമതായി അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, നാവ് കൊണ്ട് അശ്ലീലങ്ങൾ പറയാതെ സൂക്ഷിക്കുക. കാരണം നിസ്കാരത്തിലേക്ക് നീ കടക്കുന്നതിന് മുമ്പ് നാം പറയാറുണ്ട്, ചൊല്ലാറുണ്ട്, അസ്തഗ്ഫിറുല്ലാഹൽ അദീം റബ്ബി ഇന്നി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്തീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നിയ്യത്ത് തുടങ്ങാൻ വേണ്ടി ഒരുങ്ങുക. നിയ്യത്ത് വെക്കുന്നതിന് മുമ്പ് നിസ്കാരപ്പായയിൽ ചട്ടയും മക്കനയും ആ കുപ്പായങ്ങളൊക്കെ റെഡിയാക്കി വെച്ചാൽ നിസ്കാരത്തിന്റെ ഉടുക്കേണ്ട സമയത്ത് മറക്കേണ്ട എല്ലാം തയ്യാറെടുപ്പ് നടത്തിയാൽ ഏകാഗ്രതയോടെ പടച്ച റബ്ബിലേക്ക് ഖിബലയിലേക്ക് കഅബ ശരീഫിലേക്ക് തിരിഞ്ഞുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നെന്ത് ചെയ്യുക, ഇസ്തിഗ്ഫാർ തേടുക. എന്നിട്ട് റബ്ബി ഇന്നി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്തീൻ, അല്ലാഹുവേ പൈശാചികമായ ദുർപ്രേരണയെ തൊട്ട് നിന്നോട് കാവൽ ചോദിക്കുന്നു. എന്നിട്ട് ബിസ്മിയും ചൊല്ലിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുവിന്റെ നാമത്തിൽ. എന്നിട്ട് എന്ത് ചെയ്യുക, ഉസല്ലി ഫർളൽ ളുഹ്രി, ഉസല്ലി ഫർളൽ അസ്രി, ഉസല്ലി ഫർളൽ മഗ്രിബി, ഇങ്ങനെ നിയ്യത്ത് മനസ്സുകൊണ്ട് കരുതി കൈകെട്ടുക. അപ്പൊ പൈശാചികമായ ദുർപ്രേരണകൾ ഇല്ലാതിരിക്കാൻ പറ്റുന്ന ആ പ്രാർത്ഥനകളൊക്കെ നീ മുന്നിൽ തന്നെ നടത്തുക. അപ്പൊ ചുരുക്കത്തിൽ എല്ലാ മേഖലകളിലും പടച്ച റബ്ബിന്റെ തൃപ്തി നീ മനസ്സിൽ കാണണം. എന്നിട്ടായിരിക്കണം ഇബാദത്തിലേക്ക് കയറേണ്ടത്. പ്രിയപ്പെട്ടവരെ, അപ്പൊ വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥമായ സ്വർഗവാസികളായ ആളുകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത് കാണാം, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം യുഹാഫിളൂൻ, الذين هم في صلاتهم يحافظون الذين يرثون أولئك يرثون الفردوس هم الوارثون. ഫിർദൗസിനെ അനന്തരമെടുക്കുന്നവർ വിഭാഗം, ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം അനന്തരമായി ലഭ്യമാകുന്ന ഒരു വിഭാഗം, അവർ ആരാണെന്നറിയുമോ? അവരാണ് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം യുഹാഫിളൂൻ, നിസ്കാരത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവർ, നിസ്കാരത്തെ സൂക്ഷിക്കുന്നവർ, കിബ് ചെയ്യുന്നവർ, നിസ്കാരത്തിന്റെ സമയമായാൽ പെട്ടെന്ന് വരുന്നവർ. അല്ലാത്തവരെ കുറിച്ച് അവർ ഗയ്യ എന്ന് പറയുന്ന കേന്ദ്രം കണ്ടുമുട്ടും. അത് നമുക്ക് വിശദീകരിക്കാനുണ്ട്. അത് പറയാൻ പിന്നീട് ഇൻഷാ അല്ലാഹ് ഞാൻ അവസരം വിനിയോഗിക്കും. ഇപ്പൊ ഇനി കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ തീർക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ഒരൊറ്റ കാര്യം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് ജീവിക്കുന്ന കാലഘട്ടം, ഒരു സ്വഹാബി വനിതയായ ഒരു പെൺകുട്ടി മരിക്കുന്നു. മരണപ്പെട്ട് അവളെ കബറടക്കാൻ അതാ സന്നദ്ധരായ സ്വഹാബാക്കൾ കൊണ്ടുപോയി കബറടക്കമെല്ലാം കഴിഞ്ഞു. ആ പെൺകുട്ടിയെ കബറടക്കുന്നതിന്റെ ഇടയിൽ ആ കൂട്ടത്തിൽ സഹോദരനുമുണ്ട്. കബറടക്കാൻ കബറിലേക്ക് മയ്യത്ത് വെക്കുമ്പോ സഹോദരിയുടെ മയ്യത്ത് വെക്കേണ്ടത് സഹോദരനാണ്, വാപ്പയാണ്, വല്യപ്പയാണ്, കൊച്ചാപ്പയാണ്, മൂത്താപ്പയാണല്ലോ. ഞാൻ പറഞ്ഞു വന്നത് ഈ രൂപത്തിൽ ഇതാ ആ സഹോദരിയുടെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെച്ചു. അങ്ങനെ ഖബറെല്ലാം മൂടിയിട്ട് വീട്ടിലേക്ക് തിരിക്കുമ്പോഴാണ് ആ സഹോദരന്റെ പോക്കറ്റിൽ കിടക്കുന്ന കുറെ പണം അടങ്ങിയ പേഴ്സ് കാണുന്നില്ല. വലിയ മൂല്യമുള്ള സാധനങ്ങൾ അടങ്ങിയ പേഴ്സാണ് കാണുന്നില്ല. അപ്പോഴാണ് ചിന്തിച്ചത്, റബ്ബേ, എന്റെ പ്രിയപ്പെട്ട സഹോദരിയെ ഞാൻ ഖബറിലേക്ക് വെക്കുമ്പോ അറിയാതെ അതിൽ പെട്ടുപോയതാ. ഖബർ തുറക്കാൻ രണ്ട് മാർഗങ്ങളാണുള്ളത്. ഒന്ന്, ഖിബലയിലേക്ക് മുഖവും നെഞ്ചും തിരിച്ചിട്ടില്ലാത്ത അവസ്ഥയിലാണ് ജനാസ ഖബറിൽ വെച്ചതെങ്കിൽ, എന്നിട്ട് ഖബർ മൂടിയെങ്കിൽ ആ ഖബർ തുറന്നുകൊണ്ട് ആ ജനാസയുടെ മുഖവും ആ നെഞ്ചും
ആ ഖിബലയിലേക്ക് തിരിച്ചു വെക്കണം. ഖബർ തുറക്കൽ നിർബന്ധമാണ്. രണ്ടാമത് വേണമെങ്കിൽ അവന് വലിയ അമൂല്യമായ വസ്തുക്കളൊക്കെ പെട്ടുപോയാൽ അതെടുക്കാൻ വേണ്ടിയും ഖബർ തുറക്കാം. സ്വഹാബത്തിന്റെ സമീപത്തേക്ക് ചെന്നു, സ്വഹാബാക്കളോട് പറഞ്ഞു കാര്യം. അങ്ങനെ സ്വഹാബാക്കൾ എല്ലാവരും ചെന്നുകൊണ്ട് ഖബർ തുറക്കുന്നു. അതുമായി ബന്ധപ്പെട്ടവർ വന്ന് ഖബറങ്ങ് തുറക്കാൻ തുടങ്ങുമ്പോൾ ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഭീകരമായ ശബ്ദമാണ് കേൾക്കുന്നത്. ഇതുവരെ കേൾക്കാത്ത ഭീകരമായ ശബ്ദമാണ്. അത് മാത്രമല്ല, കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന തീനാളമാണ്. അല്ലാ, ഇത് എന്തോ ഒരു അവസ്ഥയാണ്. പേടിച്ചുകൊണ്ട് അവരവിടെ ഇട്ടുകൊണ്ടിതാ ഓടുകയാണ്. ആ ഓടിയ സഹോദരൻ വീട്ടിൽ ചെന്നുകൊണ്ട് അവിടെ നിന്ന് ആ ഉമ്മയോട് ചോദിക്കുന്നു, ഉമ്മ, പ്രിയപ്പെട്ട എന്റെ സഹോദരി ചെയ്ത തെറ്റെന്താണ് ഉമ്മ? ഉമ്മക്കറിയില്ല. ഉമ്മ പറയുന്നു, മോനെ, നിന്റെ സഹോദരി എന്റെ പ്രിയപ്പെട്ട മകൾ സമ്പത്തുണ്ടെങ്കിൽ കൃത്യമായി ദാനം ചെയ്യുന്നവളാണ്, നല്ലത് പറയുന്നവളാണ്, പാവപ്പെട്ടവരെ സഹായിക്കുന്നവളാണ്, എല്ലാം ചെയ്യുന്നവളാണ്. കാര്യമറിയില്ല. സഹാബത്ത് ചോദിച്ചു, എന്നാലും അവരുടെ ഭാഗത്തു നിന്ന് വല്ല തെറ്റുകളുമുണ്ടോ? എല്ലാ നന്മകളും ചെയ്യുമെങ്കിലും ആ ഉമ്മ പറയുന്നു, അവൾക്കൊരു സ്വഭാവമുണ്ടായിരുന്നു. നിസ്കാരം ഖളാ ആക്കലല്ല. ഖളാ ആക്കിയാൽ പറയേണ്ടതുമില്ലല്ലോ. നിസ്കാരത്തിന്റെ സമയമായാൽ ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിന്റെ മധുരമാകുന്ന ആ സ്വരമിതാ മദീനത്തെ പള്ളിയുടെ മുനാരങ്ങളിൽ നിന്നിങ്ങനെ കേൾക്കുന്നു, ഹയ്യ അലസ്സലാഹ്. ഇത് കേട്ട് നിസ്കരിക്കാൻ സമയമാകുമ്പോ അവളോട് നിസ്കരിക്കാൻ പറയുമ്പോൾ അവര് പറയുന്നുണ്ട്, വേണ്ട, അല്പം കഴിയട്ടെ എന്ന് പറഞ്ഞ് നിസ്കാരത്തെ പിന്തിക്കൽ പതിവായിരുന്നു. നിസ്കാരം ഖളാ ആക്കലല്ല, മനഃപൂർവ്വം വെറുതെ ഇരുന്ന് നിസ്കാരത്തെ പിന്തിക്കൽ പതിവായിരുന്നു. ഇതാണ് അവളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു ദൂഷ്യമായ സ്വഭാവം. അത് തന്നെയാണ് അവളെ ഈ ദുരന്തത്തിലേക്ക് അവരുടെ ഖബർ ജീവിതത്തെ എത്തിക്കാനുള്ള കാരണമെന്ന് സ്വഹാബത്ത് ലോകത്തോട് പറഞ്ഞെങ്കിൽ, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം യുഹാഫിളൂൻ. ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ, എത്രയാണ് മാളുകളിലേക്ക് ചെന്നുകൊണ്ട്, കല്യാണ സദസ്സുകളിലേക്ക് ചെന്നുകൊണ്ട് നിസ്കാരം ഖളാക്കുന്നത്. അല്ലാ, മരണം വരെ ഒരു വഖത്ത് പോലും നിസ്കാരം ഖളാ ആക്കാതെ കൃത്യമായി ഞങ്ങൾക്ക് നിർവഹിക്കാൻ, സ്വീകാര്യയോഗ്യമായ രൂപത്തിൽ കൊണ്ടുപോകാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. കഴിഞ്ഞുപോയ നിസ്കാരങ്ങളിൽ വന്ന അപാകതകളൊക്കെ ഇനിയുള്ള നന്മകളെ കൊണ്ടെങ്കിലും നീ ഞങ്ങൾക്കത്, ആ തിന്മകൾ തട്ടിക്കളഞ്ഞ് നീ സ്വീകരിക്കണേ അല്ലാ. برحمتك يا أرحم الراحمين بحق صلى الله على محمد